പ്രകൃതിയെ കുടചൂടിച്ച സുന്ദർലാൽ. ജീവിതകാലം മുഴുവൻ മണ്ണിനെയും മരങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച വലിയൊരു മനുഷ്യനായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. ഹിമാലയത്തിന്റെ ഫലഭൂഷ്ടിയുള്ള മണ്ണിൽ മുളച്ചു പൊങ്ങിയ കാതലുള്ള ഒരു വൻമരമെന്നാണ് ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കാടിനും കാട്ടാറിനും പുഴയ്ക്കും പൂഞ്ചോലകൾക്കും ഭൂമിയുടെ അവകാശികളായ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും വേണ്ടി സുന്ദർലാൽ ധീരധീരം പോരാടി. ഹിമാലയൻ ഗ്രാമങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചും പഠിക്കാനായി 5000 കിലോമീറ്റർ ദൂരമാണ് അദ്ദേഹം സഞ്ചരിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യയിൽ രൂപം കൊണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോരാട്ട സംഘടനയായിരുന്നു ചിപ്കോ പ്രസ്ഥാനം. അതിന്റെ മുന്നണി പോരാളിയായി നിന്നത് സുന്ദർലാൽ ബഹുഗുണയായിരുന്നു. ഗാന്ധിയൻ ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നേറ്റം. ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ സുസ്ഥിര സമ്പത്തെന്ന് അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചു. ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി സേനാനികൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി എക്കാലവും കാതോർത്തു നിന്നു. 1927 ജനുവരി 9 ഉത്തരാഖണ്ഡിലെ മരോദ ഗ്രാമത്തിലായിരുന്നു സുന്ദർലാലിന്റെ ജനനം. വളരെയേറെ സമ്പത്തും ഐശ്വര്യവും തിങ്ങി നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അവരുടേത്. സുന്ദർലാലിന്റെ പിതാവ് അവിടുത്തെ വനം വകുപ്പിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മയാകട്ടെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പോരാടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയും. അവർ ഇരുവരും അടിയുറച്ച പ്രകൃതി സ്നേഹികൾ കൂടിയായിരുന്നു. ആ മാതാപിതാക്കളുടെ 5 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു സുന്ദർലാൽ. അച്ഛനമ്മമാർ ആദ്യം അവനിട്ട പേര് ഗംഗാറാം എന്നായിരുന്നു. എന്നാൽ സഹോദരിയുടെ പേര് ഗംഗ എന്നായതുകൊണ്ട് മകന്റെ ഗംഗാറാം എന്ന പേര് മാറ്റുന്നതാണ് ഉചിതമെന്ന് അവർക്ക് തോന്നി. അങ്ങനെയാണ് അവന് സുന്ദർലാൽ എന്നുള്ള സുന്ദരനാമം ലഭിച്ചത്. അച്ഛന്റെ പ്രകൃതി സ്നേഹവും അമ്മയുടെ സാമൂഹ്യ സേവനവും സുന്ദർലാലിനെ കുഞ്ഞുനാൾ മുതൽ തന്നെ ആകർഷിക്കാൻ തുടങ്ങിയിരുന്നു. 13 വയസ്സുള്ളപ്പോൾ അവൻ ഗാന്ധി ശിഷ്യനായ ദേവ് സുമനുമായി പരിചയപ്പെട്ടു. അറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം. ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ടിരുന്ന ദേവ് സുമനെ ആദ്യ ദർശനത്തിൽ തന്നെ അവൻ ഇഷ്ടപ്പെട്ടു. ഈ ചർക്ക നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരും, സുന്ദർലാലിനെ തഴുകിക്കൊണ്ട് ദേവ് സുമൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉപദേശ രൂപേണയുള്ള സംസാരവും സ്നേഹപൂർണമായ പെരുമാറ്റവും സുന്ദർലാലിനെ കൂടുതൽ ആകർഷിച്ചു. പഠനമൊക്കെ കഴിഞ്ഞ് ആരാകണമെന്നാണ് സുന്ദർലാലിന്റെ ആഗ്രഹം? ദേവ് സുമൻ ചോദിച്ചു. നമ്മുടെ രാജകൊട്ടാരത്തിൽ എന്തെങ്കിലും ഒരു നല്ല ജോലി സമ്പാദിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, സുന്ദർലാൽ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ആരു പണിയെടുക്കും? ദേവ് സുമൻ ചോദിച്ചു. കൊട്ടാരത്തിൽ ജോലി നോക്കുമ്പോഴും കുറെ സമയം പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാമല്ലോ, സുന്ദർലാൽ വ്യക്തമാക്കി. ഒരാൾക്ക് എങ്ങനെയാണ് 2 ദൈവങ്ങളെ പൂജിക്കാൻ കഴിയുക? ദേവ് സുമൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം സുന്ദർലാലിനെ വല്ലാതെ കുഴക്കി. കുറച്ചു വെള്ളിക്കാശിനു വേണ്ടി നാം നമ്മളെ തന്നെ വിൽക്കണമോ എന്നുകൂടി അദ്ദേഹം ചോദിച്ചപ്പോൾ അവന് ഉത്തരം മുട്ടി. ഈ സംഭാഷണവും കൂടിക്കാഴ്ചയും സുന്ദർലാൽ ബഹുഗുണയുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. അവിടെ നിന്നായിരുന്നു സുന്ദർലാലിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ തുടക്കം. നിഷ്കളങ്കരും നിരായുധരുമായ പട്ടിണിപാവങ്ങൾ കാടിനും പുഴകൾക്കും മണ്ണിനും മരങ്ങൾക്കും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ അണിചേരാൻ സുന്ദർലാലിന്റെ ഹൃദയം ദാഹിച്ചു. ദേവ് സുമൻ നൽകിയ ചില ഗാന്ധിയൻ പുസ്തകങ്ങളും അദ്ദേഹത്തിന് മുന്നോട്ടുള്ള വഴിവിളക്കുകളായി മാറി. അവിടത്തെ രാജാവിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ ദേവ് സുമൻ പോരാടിക്കൊണ്ടിരുന്ന അവസരമായിരുന്നു അത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിനു പിന്നിൽ അണിനിരക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ രാജാവും രാജകിങ്കരന്മാരും കള്ളക്കേസുകൾ ചമച്ച് ദേവ് സുമനെ ജയിലിൽ അടച്ചു. ജയിലിൽ അദ്ദേഹത്തിന് കൊടിയ മർദ്ദനം അനുഭവിക്കേണ്ടതായി വന്നു. അതിനെതിരെ അദ്ദേഹം നിരാഹാര സമരം തുടങ്ങി. എന്തിനു പറയുന്നു, 84 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം അതിദാരുണമാം വിധം ജയിലിൽ കിടന്ന് മരണമടഞ്ഞു. ദേവ് സുമന്റെ മരണം സുന്ദർലാലിനെ പിടിച്ചുലച്ചു. രാജാവിന്റെ ക്രൂര വിനോദങ്ങളെ നഖശികാന്തം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പത്രങ്ങൾക്ക് കുറിക്കുകൊള്ളുന്ന ലേഖനങ്ങൾ അയച്ചു. തുടർന്ന് അദ്ദേഹത്തെ പ്രമുഖ വാർത്താപത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസ് അവരുടെ സ്വന്തം ലേഖകനായി നിയമിച്ചു. രാജാവിനെയും കിങ്കരന്മാരെയും എരിപിരി കൊള്ളിക്കുന്ന പത്രവാർത്തകളുടെ ഉറവിടം കണ്ടെത്താൻ അവർ നാലുപാടും പാഞ്ഞു. ഒടുവിൽ അവർ സുന്ദർലാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അദ്ദേഹത്തെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുവാൻ രാജാവ് ഒരാളെ പ്രത്യേകമായി ഏർപ്പാട് ചെയ്തു. ഭാഗ്യമെന്ന് പറയട്ടെ, നേരത്തെ സുന്ദർലാലിന്റെ അച്ഛനോടൊപ്പം
ഫോറസ്റ്റ് ഗാർഡായി ജോലി നോക്കിയിരുന്ന ഒരു മാന്യനായിരുന്നു അയാൾ. തന്റെ സഹപ്രവർത്തകന്റെ മകനെ മർദ്ദിക്കാൻ അയാൾക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. എങ്കിലും നിത്യവും അയാൾ സുന്ദർലാലിനെ മർദ്ദിക്കുന്നതായി തന്ത്രപൂർവ്വം അഭിനയിച്ചുകൊണ്ടിരുന്നു. അതിനൊപ്പം സുന്ദർലാൽ ഉച്ചത്തിൽ കരയുന്നതായി ഭാവിക്കുകയും ചെയ്തു. ഇത് കണ്ട് രാജാവും കിങ്കരന്മാരും അത്യധികം ആഹ്ലാദിച്ചു. മണ്ണെണ്ണ കലർത്തിയ ചോറാണ് സുന്ദർലാലിന് ജയിലിൽ നിന്നും കിട്ടിയിരുന്നത്. അതൊക്കെ തിന്ന് സുന്ദർലാലിന്റെ ആരോഗ്യം വല്ലാതെ താറുമാറായി. ജയിലിൽ പരിശോധനയ്ക്ക് വന്ന നല്ലവനായ ഒരു ഡോക്ടറുടെ ശുപാർശ പ്രകാരം അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കാൻ ഉത്തരവായി. ജയിലിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട സുന്ദർലാൽ കയ്യിൽ ശേഷിച്ച 25 രൂപയുമായി നാടും കൂടും വിട്ട് ലാഹോറിലെത്തി. അവിടെ വെച്ച് ടൈഫോയിഡ് ബാധിച്ച് കിടപ്പിലായി. ഇതിനിടയിലും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും പലപ്പോഴും പട്ടിണി കിടന്നും സുന്ദർലാൽ വല്ലാതെ മെലിഞ്ഞുണങ്ങി. അപ്പോഴും പഠിച്ചു മുന്നേറണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ലാഹോർ സർവകലാശാലയിൽ ചേർന്ന് സുന്ദർലാൽ പഠനത്തിൽ മികച്ച വിജയം നേടി. ആ യുവാവിന്റെ മിടുക്ക് കണ്ടറിഞ്ഞ അധ്യാപകരുടെ ശുപാർശയെ തുടർന്ന് സർവകലാശാല അദ്ദേഹത്തിന് 15 രൂപ സ്കോളർഷിപ്പ് അനുവദിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയ സുന്ദർലാൽ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതിനിടയിലാണ് 1956 അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകയായ വിമല നൌട്യാലിനെ വിവാഹം ചെയ്തത്. പ്രകൃതി സ്നേഹം വിളിച്ചറിയിക്കാൻ ഒരു മരച്ചുവട്ടിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം സില്യാര എന്ന ഗ്രാമത്തിൽ ഒരു ആശ്രമം തുറന്നുകൊണ്ട് സുന്ദർലാൽ തന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഭാര്യ വിമലയും അതിൽ സഹകരിച്ചു. വനനശീകരണം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നതായിരുന്നു അവരുടെ പ്രധാന മുദ്രാവാക്യം. ഉത്തരാഖണ്ഡിലെ അളകനന്ദ താഴ്വരയിലെ മണ്ഡൽ ഗ്രാമത്തിൽ 1973 ഏപ്രിലിലാണ് ആദ്യത്തെ ചിപ്കോ സമരം നടന്നത്. വനം കൊള്ളക്കാരെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു അത്. മരം വെട്ടാൻ അനുവദിക്കാതെ ഗ്രാമീണർ മരങ്ങളെ കെട്ടിപ്പുണർന്നു നിന്നു. വാളുകളുമായി ഇരമ്പി വന്ന കൊമ്പന്മാരെയും വമ്പന്മാരെയും അവർ അതിദയനീയമാം വിധം തോൽപ്പിച്ചോടിച്ചു. സുന്ദർലാലിന്റെ നേതൃത്വപാഠവുമായിരുന്നു ഈ വിജയത്തിന് കാരണം. ചിപ്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന പരിസ്ഥിതി സംരക്ഷണ സമരങ്ങളുടെയെല്ലാം അമരക്കാരൻ സുന്ദർലാൽ ബഹുഗുണ തന്നെയായിരുന്നു. ധൂംസിംഗ് നേഗി, വന്ദന ശിവ, ചണ്ഡിപ്രസാദ് ഭട്ട്, സരളാബെൻ, മീരാബെൻ, മേധാ പട്കർ, ഗൗരാദേവി, അനിൽ അഗർവാൾ, രാമചന്ദ്ര ഗുഹ തുടങ്ങിയ വിഖ്യാത പരിസ്ഥിതി പ്രവർത്തകരെല്ലാം സുന്ദർലാലുമായി കൈകോർത്ത് മണ്ണിനും മരത്തിനും മനുഷ്യനും വേണ്ടി പോരാടിയവരാണ്. പ്രകൃതിയെ കുടചൂടിച്ചുകൊണ്ട് 4 പതിറ്റാണ്ടിലേറെക്കാലം അദ്ദേഹം പ്രകൃതിയുടെ കാവലാളായി നിലകൊണ്ടു. പരിസ്ഥിതിക്കു വേണ്ടിയുള്ള മുന്നണി പോരാട്ടങ്ങളെ മാനിച്ച് ഒട്ടേറെ ദേശീയ അന്തർദേശീയ ബഹുമതികൾ സുന്ദർലാലിനെ തേടിവന്നു. 1981 പത്മശ്രീ പുരസ്കാരം ലഭിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. 1986 ജംനാലാൽ ബജാജ് പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. ബദൽ നോബൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കുന്ന റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം 1987 ചിപ്കോ പ്രസ്ഥാനത്തിന് ലഭിച്ചു. 1989 IIT റൂർക്കി ഡോക്ടറേറ്റ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2009 രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ സമ്മാനിച്ചു. 2021 മെയ് 21 ഋഷികേശിലെ ആശുപത്രിയിൽ വെച്ച് ആ മഹത് ജീവിതത്തിന് തിരശ്ശീല വീണു.